ജനതാദൾ എസ് എന്ന പേര് ഉപേക്ഷിച്ച് എന്ന് പ്രഖ്യാപിച്ച കേരള ഘടകം പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അതിലേക്ക് കേരള ഘടകം ലയിക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ് പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന പാർട്ടി നേതൃയോഗത്തിലാണ് തീരുമാനം. ജനതാദൾ ദേശീയ ഘടകം കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായ സാഹചര്യത്തിൽ സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം ഏറെ നിർണായകമായിരുന്നു. ദേശീയ ഘടകവുമായി കേരള ഘടകത്തിന് ബന്ധമില്ലെന്നും പേരിൽ മാത്രമാണ് ബന്ധമെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. സംഘടനാപരമായ യാതൊരു ആശയവിനിമയവും കഴിഞ്ഞ 5-8 മാസമായി കേരള ഘടകവും കർണാടക ഘടകവും അല്ലെ ദേശീയ നേതൃത്വം തമ്മിലില്ല. സാങ്കേതികമായി പേര് ഒരുപോലെ നിൽക്കുന്നു എന്നതൊഴിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളിൽ ഒരുപക്ഷെ ഒരു പാർട്ടി എന്ന നിലയിൽ കാണുന്നത് ഒഴിച്ചാൽ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഘടകം കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സാങ്കേതികമായ നിയമപരമായ ഈ ഒരു അനോമലി പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് ഇന്ന് കൂടിയ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ജനതാദൾ എസ് എന്ന പേര് കേരളത്തിലെ പാർട്ടി ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ചില ആളുകളെ ചുമതലപ്പെടുത്തുകയാണ്. ആ പാർട്ടിയിലേക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പാർട്ടിയിലേക്ക് പിന്നീട് കേരളത്തിലെ ഘടകം ലയിച്ച് ചേരാനാണ് ഇപ്പോൾ ഉള്ള ആലോചന. നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പുതിയ പാർട്ടിയുടെ പേരിൽ ജനതാദൾ എന്നുണ്ടാകും. അതിലേക്കാകും 2 MLA-മാർ ഉൾപ്പെടുന്ന കേരള ഘടകം ലയിക്കുക. നിയമപരമായ വശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാകും പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൽ ലയിക്കുകയെന്നും മാത്യു ടി തോമസ് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.